മായാ വിശ്വനാഥ് അവിടെയല്ലേ ഇത് നോക്കൂ, പലരും ഈ രംഗത്ത് സജീവമാണ്. ലോക്കലുണ്ട്, നാഷണലുണ്ട്, ഇൻ്റർനാഷണലുണ്ട്. പക്ഷേ അവരൊന്നും ഈ മാർട്ടിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് ശ്വേത വന്നു? അവിടെയാണ് ഈ കണക്റ്റഡ് ആവുന്നത്. അമ്മയിലെ തെരഞ്ഞെടുപ്പ്, ശ്വേത മത്സരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കൂടുതൽ കയറി സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ഒരു വിവാദം തന്നെയല്ലേ? അല്ല, ശ്വേത ചേച്ചി ഇതിനു മുമ്പേ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിച്ചിട്ടുണ്ട്. അന്ന് ഈ മാർട്ടിൻ ഇവിടെ ഇല്ലായിരുന്നോ? അന്ന് അയാൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു, അത് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. അന്നൊന്നും കൊണ്ടുവരാത്തൊരു കേസ് അയാൾ ഇപ്പോഴെന്തിനാണ് പ്രസിഡന്റ് എന്ന് പറയുന്ന സ്ഥാനത്ത് നിൽക്കുമ്പം അയാൾ ഈ കേസുമായിട്ട് വന്നത് എന്തിനാണ്? പിന്നെ ഇയാൾ ശ്വേത ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടുണ്ട്. ശ്വേതാമേൻ്റെ സിനിമകൾ പോലും ചിലപ്പോൾ അയാൾ കണ്ടു കാണില്ല, അത് ഉറപ്പാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ ആ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ ഒരിക്കലും ഇതേപോലെയുള്ള മണ്ടത്തരം കൊണ്ടുവരില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാളെ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിക്കുക, അയാൾക്ക് അല്ലെങ്കിൽ ഒരു ഷോക്ക് കൊടുക്കുമ്പോൾ അയാൾ പൂർണ്ണ രീതിയിൽ പഴയ രീതിയിലായിക്കോളും. കാരണം നേരത്തെ ശ്വേത ചേച്ചി നിന്നിട്ടുണ്ട് ഇതിന് മുന്നേ, അപ്പോഴൊന്നും കൊണ്ട് കൊടുക്കാത്ത ആള് പ്രസിഡന്റ് സ്ഥാനത്ത് അത് ഇപ്പോഴാണ് കൊണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇതിൽ രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. ഇത് നേരത്തെ നമുക്കറിയാം, രാഷ്ട്രീയം ഒന്നുമില്ല. പക്ഷെ ഇതിന്റെ ബൈജു കൊട്ടാരക്കര അദ്ദേഹം ഒരു രാഷ്ട്രീയം ഇവിടെ വലിച്ച് ഇഴക്കാൻ ശ്രമിച്ചു. ദേവൻ്റെ രാഷ്ട്രീയം അറിയാമല്ലോ, ദേവൻ എവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ദേവനെ അമ്മ എന്ന സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് എത്തിക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? ആ രാഷ്ട്രീയം പേര് പറഞ്ഞില്ല, പക്ഷേ എങ്കിലും അദ്ദേഹം ബോധപൂർവമാണ് അത് പറഞ്ഞത്. ഞാൻ ഒരിക്കലും കരുതുന്നില്ല ദേവൻ എന്ന നടൻ ഇതുപോലെ ചീപ്പായിട്ടുള്ള ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി അതിന് വേണ്ടി കരുക്കൾ നീക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ മാത്രമല്ല, ദേവൻ എന്ന നടനെ, ദേവൻ എന്ന വ്യക്തിയെ അറിയുന്ന ആരും അത്തരത്തിൽ ചിന്തിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ദേവൻ ചേട്ടൻ എല്ലാ സ്ത്രീകളോടും മാത്രമല്ല, എനിക്കിപ്പം സ്ത്രീ പുരുഷനൊന്നുമില്ല, വ്യക്തികൾ കഴിവുള്ളവരെ നമ്മൾ അംഗീകരിക്കുക. ദേവൻ ചേട്ടൻ എല്ലാവരോടും നല്ല രീതിയിലാണ് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ദേവൻ ചേട്ടൻ ഒരിക്കലും ഇതേമാതിരി തരം താഴ്ന്ന പ്രവൃത്തിക്ക് വരില്ല എന്ന് 100% ഉറപ്പാണ്. ഇത് നമുക്ക് ഇതിൻ്റെ പിന്നിൽ ശ്വേത ചേച്ചി പറഞ്ഞു സുപ്രീം കോടതി വരെ പോകുന്നു. ഇതിൻ്റെ പിറകിൽ നിൽക്കുന്ന ഒരാളെയാണ് മുമ്പിൽ വെളിച്ചത്തിൽ കൊണ്ടുവരണത്. എവിടെ ഇരുന്ന് ചരട് വലിക്കുന്ന ഒരാൾ, ആ ആളിനെയാണ് മാർട്ടിൻ അതിലൊരു ഒരു കളിപ്പാവ മാത്രമാണ്. മാർട്ടിൻ ഏറ്റവും മണ്ടനാണെന്ന് മനസ്സിലാക്കിയത് ഞാൻ വന്ന് ഇതിൽ കയറിയപ്പോൾ തന്നെ അയാൾ പറഞ്ഞത് കോടതിയുടെ കാര്യങ്ങൾ മറ്റതൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അയാൾക്ക് എങ്ങനെ മനസ്സിലായി? ഒരു മൊബൈൽ എന്ന് പറയുമ്പോൾ കുട്ടികൾ ഇന്ന് സ്കൂളുകളിൽ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെ സർക്കാരിൻ്റെ തന്നെ നിയമമുള്ളപ്പം ഈ കുട്ടികൾ സ്കൂൾ സമയത്ത് എങ്ങനെയാണ് ഹൈക്കോടതിയിൽ അവിടെ വന്നത്? എന്തിനാണ് കുട്ടികൾ ഹൈക്കോടതിയിൽ വന്ന ഒരു ചോദ്യചിഹ്നമാണ്. ഇയാൾ എവിടെ നിൽക്കുന്ന കുട്ടികൾ ഇതാണ് കാണുന്നത്. ഇന്ന് നേരത്തെ പറഞ്ഞ മാതിരി ലക്ഷ്മി നായരുടെയും കുറേ പേരുടെ പോൺ വീഡിയോ ഉള്ളപ്പം ശ്വേത ചേച്ചിയുടെ മാത്രം തിരഞ്ഞെടുത്ത് പിള്ളേർ കാണുമോ? അല്ലെങ്കിൽ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? അതിലൊന്നും ഇയാൾ കേസ് കൊടുക്കാതെ, അവർക്കെതിരെ ഒന്നും കേസ് കൊടുക്കാതെ ശ്വേതാ മേനോൻ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അമ്മയുടെ ഇലക്ഷൻ സമയത്ത് അവരിത് രാജിവെച്ച് പോയിട്ട് അവിടെ വേറെ ആരെയോ കൊണ്ടുവരാനാണ്. അവിടെ ഒരിക്കലും ദേവൻ ചേട്ടനും അല്ല, അത് ദേവൻ ചേട്ടനെയും കൂടി കരുക്കലാക്കുകയാണ്. കാരണം ഈ ഒരു അലഗേഷൻ ദേവൻ ചേട്ടൻ്റെ തലയിലും കൂടി കെട്ടിവെക്കുക, സമൂഹത്തിൻ്റെ മുന്നിൽ പുള്ളിയും കൂടി നാറ്റിക്കുക എന്നാണ് ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നവർക്ക് ഏറ്റവും വലിയൊരു അജണ്ടയുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഇത് ശ്വേത ചേച്ചിക്ക് മാത്രമല്ല, ദേവൻ ചേട്ടനും കൂടിയുള്ളൊരു അടിയാണ് ഈ ഒരു കേസായിട്ട് വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി, ഒന്നിലധികം പക്ഷികൾ. ഹലോ, അതായിരിക്കും ഒരു പക്ഷേ അജണ്ട. യെസ്, സംശയത്തിന് അടിസ്ഥാനമുണ്ട്. അതെ, അതാണ് നമ്മൾ ആലോചിക്കണേ. അത് ഇതുവരെ ആരും സംസാരിച്ചില്ല. അതെ, അപ്പൊ ഈ 2 പേരും ഇത് മാറി നിൽക്കുമ്പം അവിടെ ഇവർക്ക് ആഗ്രഹിക്കുന്ന ആരോ ആ സീറ്റിലേക്ക് വരും. പിന്നെ കുക്കു പരമേശ്വരനെ പല രീതിയിലും എന്തുകൊണ്ടാണ് ഇവിടെ പെട്ടെന്നാണ് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് വന്നത്. ഈ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയ സമയം തൊട്ടാണ് ഇവിടെ ഇങ്ങനെ പലതും വരാൻ തുടങ്ങിയത്. ഇതുവരെ എന്തുകൊണ്ടാണ് നേരത്തെ നമ്മുടെ പല്ലശ്ശേരി ചേട്ടൻ പറഞ്ഞ മാതിരി
എന്തുകൊണ്ടാണ് ഈ 31 വർഷം ഇപ്പോഴാണ് ജൂൺ 21-നാണ് നമ്മുടെ ജനറൽ ബോഡി മീറ്റിംഗ് കഴിഞ്ഞത്. അതിൻ്റെ അകത്ത് ഇത് പറയാതെ പൊതുജനത്തിന് ഇതിൻ്റെ അറിയേണ്ട കാര്യമൊന്നുമില്ല. ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തിനാണ് വിളിച്ചു കൂവിയത്? അത് തന്നെ വലിയ മിസ്റ്റേക്കല്ല. അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ അകത്ത് തന്നെ തീർക്കാം. അന്ന് ലാലേട്ടൻ ഉണ്ടായിരുന്നു, സുരേഷ് ഏട്ടൻ ഉണ്ടായിരുന്നു, സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. ഇവർ പലവട്ടം പലരും വന്ന് സ്റ്റേജിൽ കയറി സംസാരിച്ചിട്ടുണ്ട്. അന്നൊന്നും അത് വന്ന് പറയാതെ ഇപ്പം എന്തിനാണ് പറയുന്നത്? അപ്പോൾ ഇതൊക്കെ ആലോചിക്കുക. ഇതിൻ്റെ പിന്നിൽ തന്നെ ഒരുപാട് പേര് ഉണ്ട്, ഒന്നോ രണ്ടോ പേരല്ല. അപ്പോൾ അവർക്ക് എന്തൊക്കെ അജണ്ടകളുണ്ട്. ഇവിടെ 2 സ്ത്രീകൾ നിൽക്കുന്നു, അവരിത് ഭരിക്കും. അവർ ഭരിക്കുമ്പോൾ ചിലപ്പോൾ പല കാര്യങ്ങൾ അവർ പുറത്ത് കൊണ്ടുവരുമെന്ന് ആരൊക്കെ പേടിക്കുന്നുണ്ട്. ഇടവേള ബാബുച്ചേട്ടനും ലാലേട്ടനും ഇന്നസെൻ്റ് അങ്കിളൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊന്നും ഈ ശ്വേത ചേച്ചി അവിടെ ഭരിച്ചിട്ടുണ്ട്, വൈസ് പ്രസിഡന്റ്. അന്നൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ ഇപ്പം എന്തിനാണ് കൊണ്ടുവന്നത്? അവിടെയാണ് എനിക്ക് ചോദ്യചിഹ്നമുള്ളത്. അതെന്തുകൊണ്ട് ആരും പറയുന്നില്ല? അപ്പം ഇത് ദേവൻ ചേട്ടനും കൂടിയുള്ളൊരു അടിയാണ്. ഒരു വെടിക്ക് 2 പക്ഷി. അതാണ് ആലോചിക്കേണ്ടത്. പക്ഷെ ഇതിൻ്റെ പിന്നിൽ നല്ല വർക്കുകൾ നടന്നിട്ടുണ്ട്. ഓക്കെ, സത്യം എന്തായാലും പുറത്തു വരുമല്ലോ. പോലീസ് ഇതൊക്കെ അന്വേഷിക്കേണ്ടി വരും താമസിയാതെ.